നമസ്തേ, പ്രീതാസ് കെലറിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ പോകുന്നത് കയ്പ്പൊന്നുമില്ലാത്ത, ചോറിന് മാത്രമല്ല അത് ചോറിനും ചപ്പാത്തിക്കും രണ്ടിനും കഴിക്കാൻ പറ്റുന്ന ഒരു പാവയ്ക്കാക്കറിയാണ്. ഇതിൻ്റെ ഗ്രേവിക്ക് ഒരു പ്രത്യേക തരം ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് ഈ പാവയ്ക്കാക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാവയ്ക്കാക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വലിയൊരു പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് വെള്ള പാവയ്ക്കയാണ്. പൊതുവെ ഈ വെള്ള പാവയ്ക്കയ്ക്ക് കയ്പ്പ് കുറവാണ്. ഇനി ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് കഴുകി എടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഞാനത് രണ്ടാക്കി കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നേരെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഞാനിതാ അപ്പോൾ കുറച്ചിതാ നീളത്തിലാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഇത് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ അവിയലിനൊക്കെ കട്ട് ചെയ്യണം അതുപോലെ നീളത്തിൽ, പക്ഷേ അതുപോലെയല്ല, കുറച്ച് കനത്തിലാണ് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ആ ഒരു പാവയ്ക്ക മുഴുവനും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ കുടഞ്ഞെടുത്ത ഉപ്പ് ഒരുപോലെ എല്ലാ ഭാഗത്തും നേരെ പോലെ ആവും. പാവയ്ക്കയുടെ കയ്പ്പ് കുറയാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് 1 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഞാൻ നന്നായിട്ട് ഒരു 4-5 തവണ നല്ല വെള്ളത്തിലൊന്ന് കഴുകിയതിന് ശേഷം നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ കളഞ്ഞ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. ഞാനിതിലേക്ക് ഉപ്പ് ചേർക്കണില്ല, കാരണം എത്ര കഴുകിയെടുത്താലും പാവയ്ക്കയിൽ കുറച്ച് ഉപ്പിൻ്റെ അംശം ഉണ്ടാവും. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാലയൊക്കെ ആ പാവയ്ക്കയുടെ എല്ലാ ഭാഗത്തും നേരെ ആവത്തക്ക രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഉപ്പില്ലയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ വെള്ളത്തിൽ ഉപ്പിലിട്ട് വെക്കണില്ലെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ജീരകം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, എണ്ണ ഇല്ലാതെ മതി. പിന്നെ ഇതിലേക്കൊരു 4 വലിയ വെളുത്തുള്ളി ഒരു 2 ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇട്ടിട്ട് നേരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. വെളുത്തുള്ളി ഒരുപാട് വഴലേണ്ട ആവശ്യമൊന്നുമില്ല. ആ മുളകൊക്കെ മൂത്ത് ജീരകമൊക്കെ പൊട്ടി വരുമ്പോൾ മാറ്റാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്, ജീരകവും പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോവുകയുള്ളൂ. ഞാൻ ആ സെയിം പാൻ തന്നെ എടുത്തിട്ടുള്ളത്. ഒരു ടിഷ്യൂ കൊണ്ട് ആ പൊടിയൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഈ എണ്ണയിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച പാവയ്ക്ക ഇതിലേക്ക് ഇട്ടിട്ട് നേരെ ഒന്ന് മിക്സ് ചെയ്യുക. നോൺ സ്റ്റിക്ക് ആവുകൊണ്ട് ഞാൻ അധികം എണ്ണ ഒഴിച്ചിട്ടില്ല. ചീനച്ചട്ടിയാണെങ്കിൽ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചോളൂ. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വേഗം ആവാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ പാവയ്ക്കൊക്കെ ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. കൂടുതലായിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഫ്രൈ ചെയ്തോളൂ, ടേസ്റ്റ് കൂടുകയുള്ളൂ. ഞാനിപ്പോൾ അത് ഇത്രയ്ക്കേ ഫ്രൈ ചെയ്യുന്നുള്ളൂ. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി മിക്സ് ചെയ്തൊരു ചെറിയ ജാർ എടുക്കുക. അതിലേക്ക് ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച വെളുത്തുള്ളി മുളകും ജീരകവും ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. മുളക് നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുത്തോളൂ. അതിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതാണ്ടില്ലേ, ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്കൊരു 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തു എന്നേ ഉള്ളൂ. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്കൊരു 1.5 സവാള, മീഡിയം സൈസിലുള്ള 1.5 സവാള നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സവാള വേഗം വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നേരെ ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴന്ന് കിട്ടണം. ആ സവാളയുടെയൊക്കെ ഒന്ന് കളറ് മാറി വരുന്നത് വരെ ഒന്ന് വഴന്ന് കിട്ടണം. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയിട്ടില്ലേ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ അരച്ച് വെച്ച മസാല ഉണ്ടല്ലോ, ആ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഇതുപോലെ കയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഈ കസൂരി മേത്തിയും കൂടി ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മസാലയിലെ വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം മസാലയൊക്കെ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളമൊക്കെ വറ്റി ആവശ്യത്തിന് വറ്റിയിട്ടുണ്ട്.
ഇനി ഇതിലേക്കൊരു തണ്ട് കറിവേപ്പില ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അത് ഇതുപോലെ പിഴിഞ്ഞിട്ട് ആ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് വഴറ്റുമ്പോൾ കുറച്ചിട്ടുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇട്ടതിന് ശേഷം നേരെ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പാവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പാവയ്ക്ക ഇട്ടതിന് ശേഷം നേരെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യുക. ഒരുപാട് കുക്ക് ചെയ്യാനൊന്നുമില്ല, പാവയ്ക്കൊക്കെ ഓൾറെഡി വെന്തതാണ്, എന്നാലും ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പം മസാലയൊക്കെ വെന്ത് ആ പാവയ്ക്കയിലേക്ക് പുളിയും ഉപ്പൊക്കെ നേരെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. ഞാൻ പൊടി കലക്കിയ പാലാണ് യൂസ് ചെയ്യണത്. നല്ല കൊഴുത്ത തേങ്ങാപ്പാൽ ഒരു 3/4 ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഫ്രഷ് തേങ്ങയുടെ പാലാണെങ്കിലും അധികം വെള്ളം ചേർക്കാതെ ഇപ്പം തേങ്ങയുടെ പാൽ പിഴിഞ്ഞെടുക്കുക. ഉപ്പും പുളിയൊക്കെ നോക്കുക, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാനിതിലേക്ക് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല വലിയൊരു പിടി മല്ലിയില പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം വീണ്ടും ഒരു 1-2 തിളപ്പിക്കണം. മല്ലിയില സാധാരണ നമ്മൾ ലാസ്റ്റിലാണ് ഇടുന്നത്, പക്ഷേ ഈ കറിയിൽ മല്ലിയിലയും കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ തിളച്ച് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കറി ആവശ്യത്തിനുള്ള കൊഴുപ്പുണ്ട്. തിക്നെസ് നിങ്ങൾക്ക് എത്ര വേണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്തോളൂ. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ പാവയ്ക്ക കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.